ഇന്ന് രാവിലെ കൊടുത്ത മോർണിംഗ് ടാസ്ക് എന്തായിരുന്നു വെച്ചാൽ, നിങ്ങൾ ബിഗ് ബോസ് വിന്നർ ആകുന്ന വേദിയിൽ നിങ്ങളുടെ കൂടെ ലാലേട്ടൻ്റെ മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് ആരായിരിക്കണം ഉണ്ടാകേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ വിന്നർ ആയതിനു ശേഷമുള്ള സ്പീച്ച് എങ്ങനെയായിരിക്കുമെന്ന് പറയാനായിരുന്നു രാവിലെ കൊടുത്ത ടാസ്ക്. അങ്ങനെ ജാസ്മിൻ വരുന്നു. ജാസ്മിൻ പറയുന്നു, ഓഫ് കോഴ്സ് എൻ്റെ കൂടെ ലാലേട്ടൻ്റെ മറ്റേ കൈ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ടത് ഗബ്രിയാണ് എന്ന് ജാസ്മിൻ പറയുന്നു. അതുപോലെ തന്നെ ജാസ്മിൻ സ്പീച്ച് എന്തായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഇവിടെ എത്തിയതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ടായത് ഗബ്രിയും റസ്മിനുമാണ്. ഞാൻ ഇമോഷണലായി പലപ്പോഴും വീണപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് റസ്മിനും ഗബ്രിയുമാണ്. അതുകൊണ്ട് തന്നെ അവരില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ എത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിജയം അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ജാസ്മിൻ പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് ജാസ്മിനോട്ട് ഇറങ്ങി നടക്കുമ്പോൾ സിജോ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ക്യാഷ് പ്രൈസിൻ്റെ പകുതി എല്ലാം അവർക്ക് ഉണ്ടാകും വീതിച്ച് കൊടുക്കുമോ എന്ന് ജാസ്മിനോട് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നോക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, അത് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, അത് ഞാൻ അപ്പോഴേ തീരുമാനിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോയി. ഇത് വളരെ വലിയൊരു ചോദ്യമാണ്. നമ്മളവിടെ ഗെയിം കളിക്കാൻ വന്ന് ഒറ്റയ്ക്കാണ്. അപ്പോൾ ഗെയിം കളിച്ച് ഒറ്റയ്ക്ക് വിജയിച്ച് പോകണം. അല്ലാണ്ട് 4-5 ആൾക്കാരെ സപ്പോർട്ട് ചെയ്ത് വിജയിച്ച് പോവുകയാണെങ്കിൽ ജയിച്ച് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൈസ അവർക്കും കൊടുക്കണം. ട്രോഫി മാത്രം അവർക്ക് കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. പൈസയും ഇല്ലേ? 50 ലക്ഷം കിട്ടുമ്പോൾ 10 ലക്ഷം നമ്മുടെ ഗബ്രിക്കും കൊടുക്കുക, 10 ലക്ഷം റസ്മിനും കൊടുക്കുക, ബാക്കി 25 ജാസ്മിൻ എടുത്തോട്ടെ. അതല്ല അതിൻ്റെ ശരി. സിജോയുടെ ചോദ്യത്തിൽ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോയി ആര്? നമ്മുടെ ജാസ്മിൻ.